കാണാം ഫത്തുഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിൻ്റെ വിജയം സംഭവിക്കും. അത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അന്ന് റോമക്കാർ എന്ന് ക്രിസ്ത്യാനികളാണ്, റോമക്കാരാണ് അന്ന് അവിടെ ഭരണം നടത്തിയിരുന്നത് ബൈത്തുൽ മഖ്ദിസ്. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദത്തുൽ ജറാഹ് അമീനു ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ വിശ്വസ്തരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കൊടുത്ത സഹാബിയായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 4 മാസക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയത്. അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുക്ക് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൻ്റെ അടുത്ത് ബൈത്തുൽ മഖ്ദിസ് നിസ്കരിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വൃത്തിയാക്കി. കാരണം അന്ന് ബൈത്തുൽ മഖ്ദിസ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ പവിത്രമായിരുന്നു കണ്ടിരുന്നെങ്കിലും, പക്ഷേ അവർ അത് വൃത്തികേടായി. കാരണം മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ അതിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നുള്ളത് കൊണ്ട് തന്നെ വൃത്തികേടാക്കിയിട്ടാണ് അവർ വെച്ചത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ ദീർഘമായ നിസ്കാരത്തിൽ ദീർഘമായ സുജൂദുകൾ അർപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്തു എന്ന് ഹദീസിലും ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. പക്ഷെ അതിനുശേഷം വീണ്ടും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണ്. ക്രിസ്ത്യാനികൾ തിരിച്ചു പിടിച്ചു. പിന്നീട് നൂറുദ്ദീൻ സംഘിയുടെ നേതൃത്വത്തിൽ, സേനാനായകനായിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ 88 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വീണ്ടും അത് മുസ്ലിമീങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ക്രിസ്ത്യാനികൾ പിടിച്ചടക്കിയപ്പോൾ അവിടെ മുസ്ലിമീങ്ങളുടെ രക്തപ്പുഴ ഒഴുക്കിയെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ശരിക്കും ബൈത്തുൽ മഖ്ദിസ് ഒരു രക്തപങ്കിലമായി മാറുന്നു. മുസ്ലിമീങ്ങളെല്ലാം കൊന്നൊടുക്കി ഇട്ടാണ് ക്രിസ്ത്യാനികൾ കീഴടക്കിയത്. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിയപ്പോൾ ഒരു അക്രമവും നടത്താതെയാണ് മുസ്ലിമീങ്ങൾ അവിടെ പിടിച്ചടക്കിയത്. ലോകത്ത് ചരിത്രത്തിൽ വരച്ച് വെച്ച് നോക്കെ ക്രൂരതകളും അതുപോലെ തന്നെ ബലാത്കാരങ്ങളും അധികവും നടത്തിയത് ക്രിസ്ത്യാനികളും ജൂതന്മാരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ദുഷ്പേരാർക്കായിരിക്കും? മുസ്ലിമീങ്ങൾക്കായിരിക്കും. തീവ്രവാദം എപ്പോൾ മുസ്ലിങ്ങളെ മേലുണ്ടാകുക. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നതും ലോകത്ത് ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നതും ആരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും തന്നെയാണ്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമല്ലെങ്കിലും ക്രിസ്ത്യാനികളാണല്ലോ അവിടെ ഭരണം നടത്തുന്നത്. അവിടെ മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ ജൂതന്മാരുടെ രാഷ്ട്രമായ ഇസ്രായേൽ അങ്ങനെ തന്നെയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലസ്തീനിലെ റാമല്ല എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ അംബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാരകമായ പ്ലേഗ് രോഗമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരുന്നു. അത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് പ്രവാചകൻ പ്രവചിച്ചതാണ്. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 6 മൈൽ ദൂരത്തുള്ള സ്ഥലമാണ് ഈ അംബാസ് എന്ന് പറയുന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആദിസിത്തൻ ബൈദ സഅ. ഇത് പ്രവാചകൻ പറഞ്ഞു, സുമ്മ മൗതാനി, കൂട്ടമായ മരണങ്ങളുണ്ടാകും. യഖുദു ഫീക്കും കഖുആസിൽ ഗനം, അതായത് ആടുകൾ കൂട്ടമായി രോഗം വന്ന ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നത് പോലെ ആളുകൾ മനുഷ്യന്മാർ ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാർ മരിച്ചു പോകുന്ന ഒരു അസുഖമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹിജ്റ 18 സംഭവിച്ചു. ഹിജ്റ 18 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. 25,000-ലധികം മുസ്ലിമീങ്ങളെന്ന് മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 25,000 മുസ്ലിമീങ്ങൾ. അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫതുഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് പിടിച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള ഈ മുസ്ലിം ഉമ്മത്തിൽ അമീനു ഹാദിൽ ഉമ്മത്തടക്കമുള്ള ആളുകൾ ആ പ്ലേഗ് രോഗത്തിൽ മരിച്ചു. അതിൽ മരിച്ചവരിൽ ഏകദേശം 30ഓളം ബദരീങ്ങളുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത 30-ലധികം സഹാബിമാർ പ്ലേഗ് രോഗം വന്നിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ ബദർ ബൈത്തിന് എന്താ ചെല്ലുന്ന അറിയോ?
നമ്മുടെ നാട്ടിൽ ബദർ ബെയ്ത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇനി നാളെ മറ്റന്നാളും വന്ന ബദരീങ്ങളാണ്ടും പിന്നെ ഇതൊക്കെ വരാണ്ട്. അപ്പം ഇനി ബദർ ജെയ്ത്ത് ചെല്ലും. അതായത് പ്ലേഗ് രോഗം വരാതിരിക്കാൻ ബദർ ജെയ്ത്ത് ചെല്ലിയാൽ മതി എന്നാ. അങ്ങനെയുണ്ട്. ഈ ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചെങ്ങനെ? പ്ലേഗ് രോഗം വന്നിട്ടാണ്. ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചത് പ്ലേഗ് രോഗം വന്നിട്ടാണ്. അള്ളാൻ്റെ തീരുമാനമാണ്. പക്ഷേ ആ പ്ലേഗ് രോഗം വരാതിരിക്കാൻ ഈ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കലും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഖൗമ് ചെയ്യണം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ പിന്നെ ഇനി ഇതൊക്കെ ഏകദേശം സംഭവിച്ചു കഴിഞ്ഞ ചെറിയ അടയാളങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇപ്പോൾ നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് സമ്പത്തിൻ്റെ ആധിക്യം. സമ്പത്ത് കുഴിമിഞ്ഞുകൂടുകയും മുസ്ലിമീങ്ങൾ വലിയ സമ്പന്നന്മാരായി തീരുകയും ആ സമ്പത്ത് കൊണ്ട് മുസ്ലിം സമുദായത്തിന് വലിയൊരു ഫിത്തനയുണ്ടാകുകയും ചെയ്യുന്ന കാലഘട്ടം. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ഈ മലപ്പുറം ജില്ലൻ്റെ ഒരു 50 കൊല്ലത്തെ പിന്നെ ചിത്രം, 50 കൊല്ലത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഒരു 50-75 കൊല്ലം മുമ്പത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. 50 കൊല്ലമുള്ള ഏതെങ്കിലും പള്ളിക്ക് എ സി ഉണ്ടോ? കാർപ്പറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അന്ന് പള്ളി ഉണ്ടല്ലോ, അന്നും ചൂടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് ഇത് തന്നു. പറഞ്ഞ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സഅ ഹത്താ യക്സുറ ഫീകുമുൽ മാൽ ഫയഫീദു. നിങ്ങളിൽ സമ്പത്ത് അധികരിക്കുമെന്ന് മാത്രമല്ല, ഫാദ യഫീദ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് പോലെ സമ്പത്ത് ഒഴുകുന്ന, വെള്ളം ഒഴുകുന്ന പോലെ സമ്പത്ത് ഒഴുകും. എന്നിപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലയതിയന്ന അലന്നാസി സമാനു യതൂഫു റജുലു ഫീഹി ബിസദഖ മിന ദഹബി സുമ്മ ലാ യജിദു അഹദൻ യഅഖുദുഹാ മിൻഹു. ഒരു കാലഘട്ടം വരാനുണ്ട്, ആളുകൾ സ്വർണത്തിൻ്റെ ഒക്കെ സക്കാത്തും സ്വർണത്തിൻ്റെ സദഖ ഇങ്ങനെ ആളുകൾ കൊണ്ടെടുക്കും. ഇപ്പോൾ ആർക്കാണ് സദഖ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലഘട്ടം ഒന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആളെ തിരഞ്ഞാൽ കിട്ടുമല്ലോ മഹല്ലിൽ. ഉണ്ടോ? അത് സാന്ദർഭികം ഞാൻ പറയട്ടോ ഒരു കാര്യം കൂടി. ഫിത്ർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം, പക്ഷെ വാങ്ങേണ്ടത് ആര് മാത്രമേ ഉള്ളൂ? മിസ്കീനന്മാരും ഫക്കീറന്മാർക്ക് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മുജാഹിദ് മഹല്ലുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പല മഹല്ലുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും ഫിത്ർ സക്കാത്ത് പള്ളിക്ക് കൊണ്ടുവരും, എല്ലാവരും വാങ്ങിക്കൊണ്ടു. അതിന് അർഹനും അനർഹനും ഒക്കെ വാങ്ങിക്കൊണ്ടു. ഹറാമാണ്. പെരുന്നാളിൻ്റെ തലേ നമ്മൾ വെറുതെ ഹറാമൊന്നും നിൽക്കണ്ട. എല്ലാവരും കൊടുക്കണം. പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംഗതികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പക്ഷെ വാങ്ങാൻ അർഹത ഫക്കീർമാർക്കും മിസ്കീന്മാർക്കും മാത്രം. അപ്പം നമ്മുടെ മഹല്ലിൽ നിന്നും ഫക്കീർമാരും മിസ്കീന്മാരും തിരഞ്ഞാൽ കിട്ടാല്ലാത്ത. റസൂൽ പറഞ്ഞില്ലേ, സദക്ക നിങ്ങൾ കൊണ്ട് നടക്കും, പക്ഷെ നിങ്ങൾ ആ സദക്ക വാങ്ങാൻ ആളെ കാണൂല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. അപ്പം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ പിന്നെ അസ്വദുൽ അനസിയും അതുപോലെ തന്നെ മുസൈലിമയും കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രംഗത്ത് വന്ന യമാമയിലൊക്കെ രംഗത്ത് വന്ന പിന്നെ കള്ളപ്രവാചകനാണ്. എന്നിട്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് ഹദീസിൽ കാണാം. അയാൾ നബിക്ക് എത്തിയത് മിൻ റസൂലില്ല ഇലാ റസൂലില്ല. അള്ളാൻ്റെ റസൂലായ ഞാൻ അള്ളാൻ്റെ റസൂലായ മുഹമ്മദിലേക്ക് എഴുതുന്ന എത്ത്. എന്നിട്ട് ഉപരി പറഞ്ഞു വെച്ചാൽ, അൽ അർദു നിസ്ഫുല്ലി വ നിസ്ഫുല്ലക്. ഭൂമി നമുക്ക് എന്ത് ചെയ്യുക? 50-50 ആക്കാം. പകുതി ഭൂമിയിൽ ഞാൻ നബി, പകുതി ഭൂമിയിൽ നിങ്ങൾ നബി. ഒരു കോംപ്രമൈസിൽ പോവാ, ഒരു തർക്കം വേണ്ട, തല്ലുകൂടണ്ട. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നായിക്കോട്ടെ, ഒരു സമാധാനം, ഇനി പൗതി എനിക്ക് നോക്കിയാൽ മതി എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊല്ലാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ പറഞ്ഞയച്ച് അദ്ദേഹത്തെ വധിച്ചതാരാണ്? നിങ്ങൾക്ക് ഹംസ റളിയല്ലാഹുവിനെ വധിച്ച വഹ്ശി റളിയല്ലാഹുവിനുമാണ് മുസൈലിമയെ കൊന്നത്. കാരണം വഹ്ശി മുസ്ലിമായിട്ടുണ്ട്. ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ഒരു വ്യക്തിയായിരുന്നു വഹ്ശി. അദ്ദേഹം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ഹംസ റളിയല്ലാഹുവിന് ഓർമ്മ വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് പറഞ്ഞ ബാപ്പല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലം യജിദ്ക യതീമൻ ഫആവ. റസൂലുള്ളാഹിക്ക് ബാപ്പല്ലാതെ പറഞ്ഞ ആളാണ്. ബാപ്പയില്ല, ഉമ്മയില്ല, ജ്യേഷ്ഠനില്ല, അനിയന്മാരില്ല, ഒന്നുമില്ല. ശരിക്കൊരു യതീമായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയതാരാണ്? ഹംസ റളിയല്ലാഹു അൻഹു അബൂ താലിബൊക്കെയാണ്.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവ് എന്ന വികാരമാണ് ഹംസ റളിയല്ലാഹുവിനോടുള്ളത്. ആ ഹംസ റളിയല്ലാഹുവിനെ വധിച്ച ആളാണ് വഹ്ശി. അദ്ദേഹം മുശ്രിക്കായിരുന്നു അന്ന്. പക്ഷേ പിന്നീട് അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ വഹ്ശിയാണോ? പ്രവാചകൻ പറഞ്ഞു, നീ ഞാൻ കാണുന്ന സ്ഥലത്ത് ജീവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കണം, ഒരു മുസ്ലിമാകാൻ റസൂലുള്ളാഹിക്ക് അത്ര ആഗ്രഹം. പക്ഷേ റസൂൽ ഒരു മനുഷ്യനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്, ഒരു മാനുഷികമായി വൈകാരികത ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വഹ്ശി മദീനത്ത് വന്നിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഈ യുദ്ധത്തിൽ ആര് പങ്കെടുത്തു? വഹ്ശി പങ്കെടുത്തു. അന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനെ ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകന് ഏറ്റവും വെറുപ്പുള്ള ഒരാളെ ഞാൻ കൊല്ലുമെന്ന് അദ്ദേഹം അന്ന് പ്രതിജ്ഞ ചെയ്താണ്. അങ്ങനെയാണ് പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മുസൈലിമയെ ആര് കൊല്ലുന്നത്? വഹ്ശി റളിയല്ലാഹുവിനെ കൊല്ലുന്നത്. അദ്ദേഹം മുസ്ലിമായിട്ടാണ് മരിച്ചത്. അപ്പോൾ അസ്വദുൽ അൻസി വേറെ വന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ കള്ളപ്രവാചകൻ്റെ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞിട്ട്, മുമ്പര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യം ഇംഗ്ലീഷിൽ വഹി വന്നു. അപ്പോൾ നമ്മളെ ആളുകളായത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി റഹ്മത്തുള്ളാഹി, പിന്നെ അദ്ദേഹത്തിൻ്റെ എതിരായി അപ്പുറത്തുനിന്ന് അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അഹ്ലുൽ ഹദീസിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആയത്തോതി വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ഇപ്പം നിങ്ങൾ കള്ളപ്രവാചകൻ എന്നുള്ള തെളിവെന്താ? നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വഹി വരണേ. കാരണം എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ നബി അയച്ച ഖൗമിൻ്റെ ഭാഷയിലാണ് വഹി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആരും ഇംഗ്ലീഷുകാരില്ല, പക്ഷെ നിങ്ങൾക്ക് വഹി വരുന്ന ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെ ഉപർക്ക് മാറ്റി പിടിച്ച് പിന്നെ ഉറുദുവിൽ വഹി തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഈ മിർസയുമായിക്കൊണ്ട് പിന്നെ അമൃതസരി റഹ്മത്തുള്ളാഹി മുബാഹല നടത്തി. കള്ളൻ ആദ്യം മരിക്കുമെന്നായിരുന്നു മുബാഹല. അങ്ങനെ മിർസ മരിച്ചതും അദ്ദേഹത്തിൻ്റെ വായിലൂടെയും മൂക്കിലൂടെയൊക്കെ മലം പുറത്തേക്ക് വന്നിട്ടാണെന്നൊക്കെ അവിടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ അതൊരു കറാമത്തായിട്ടാണ് പിന്നെ ഖാദിയാനികൾ എണ്ണൽ കേട്ടോ, അത് വേറെ വിഷയം. അങ്ങനെ മിർസ മരിച്ച് 30 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ആര് മരിക്കണത്? അല്ലാമ അമൃതസരി റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കണം. അപ്പം അദ്ദേഹം കള്ളപ്രവാചകനാണെന്നുള്ളതിൻ്റെ പല അടയാളങ്ങളിൽ ഒരടയാളം അതായിരുന്നു. ഇങ്ങനെ ഒരുപാട് കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. പിന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മാത്രമല്ല പിന്നെ പെണ്ണുങ്ങൾ വരെ കള്ളപ്രവാചകന്മാരായിട്ട് വരുന്ന പെണ്ണുങ്ങൾ വരെ. ഇപ്പോൾ ഈ ഖാദിയാനികളിൽ തന്നെ ഇപ്പോൾ 2-3 ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലൊരു നബി വന്നിട്ടുണ്ട്. ആ നബിനെ ആരംഗീകരിക്കൂല? ഇവിടെ അംഗീകരിക്കൂല. ചോലി പറഞ്ഞ് നമ്മളാണ് ഒറിജിനൽ നബി എന്നാണ്. ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ ചെങ്ങായൻ്റെ കണ്ട് ഞാൻ നബിയെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ കള്ളന്മാർ ഒരുപാടുണ്ടാവും. പിന്നെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ വരിക. അതുപോലെ തന്നെ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആളുകൾ മരണപ്പെട്ടു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സഅത്തി അൻ യുർഫഅൽ ഇൽമു വയസ്ബുത്തൽ ജഹ്ലു സ്ഥാപിതമാകുക. ആളുകൾക്ക് ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പഠിക്കുന്നവരും കുറവാണ്, പഠിച്ചവരും കുറവാണ്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ലൈബ്രറികളും കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള പുസ്തകങ്ങളുണ്ടാവും. പക്ഷെ അതല്ല ഇൽമു എന്ന് പറഞ്ഞാൽ. അൽ ഇൽമു ഫി സുദൂർ ലാ ഫി സുദൂർ. ഇൽമു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതാണ്, വായിച്ച് അൽ ഇൽമു അൽ ഹിഫ്ളാണ്. ആ ഇൽമു പഠിച്ച പണ്ഡിതന്മാരാണ് ഇൽമു എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ കിതാബ് എത്ര അടിക്കുക. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇത്ര വലിയ ലൈബ്രറി ഉണ്ടോ? മസ്ജിദുൻ നബിയിൽ ഇപ്പോൾ ഇന്ന് മസ്ജിദുൻ നബിയിൽ വലിയ ലൈബ്രറി ഉണ്ട്, പോയൊക്കെ കാണാം. പക്ഷെ ആ റസൂലുള്ളാഹിൻ്റെ കാലത്ത് മസ്ജിദുൻ നബി ലൈബ്രറി ഉണ്ടോ? ഇല്ല. പക്ഷെ ഒക്കെ ആലിമീങ്ങളാണ്. ഓല ഇൽമൊക്കെ എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പോൾ ഇൽമെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇൽമുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പിന്നെ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാർ എങ്ങനത്തെ പണ്ഡിതന്മാർ? ജനങ്ങൾ വഴിപറ്റിക്കുന്ന പണ്ഡിതന്മാരല്ല. യഥാർത്ഥത്തിൽ ഇൽമു പഠിച്ച അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അവർ മരിച്ചു പോകുമ്പോൾ അതാണ് ഇൽമു ഉയർത്തപ്പെടുക. ഹത്താ ഇദാ ലം യബ്ഖ ആലിമൻ, ലോകത്തൊരു ആലിം അവസാനം ഉണ്ടാവില്ല. ആലം ജാഹിലീങ്ങളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആളുകളെ ആലിമ്യങ്ങളാക്കും. എന്നിട്ടോ ഓരോരോ തൊള്ളി പോകുന്നത് ഇങ്ങനെ ഫത്ത് കൊടുക്കും. എന്നിട്ട് ജാനക ഫദല്ലു വാദല്ലു, അവർ വഴിതെറ്റുകയും അവർ ആളുകളെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തു നിന്നും എല്ലാം ഇങ്ങനെ നുരുമ്പി
പോകുന്നൊരു കാലഘട്ടം. അതിപ്പോൾ വന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്നത്. പ്രവാചകൻ പറയാണ്, യദ്റുസു ഇസ്ലാമു കമാ യദ്റുസു വശ്യു സൗബി, ഒരു വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ ഇസ്ലാം ഇങ്ങനെ നുരുമ്പി 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 ഇങ്ങനെ പോകും. ഹത്താ ലാ യുദ്റ മാ സിയാം വലാ സ്വലാത്ത് വലാ നുസ്ക് വലാ സദഖ. എങ്ങനെയാണ് നോമ്പ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സദഖ കൊടുക്കേണ്ടത്, എങ്ങനെ നിസ്കരിക്കേണ്ടത് എന്ന് പോലും ആളുകൾക്കറിയാത്തൊരു കാലഘട്ടം വരുന്നു. അപ്പം അത് വന്നിട്ടില്ല, വരാനിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല വതബ്ഖാ ത്വായിഫത്തും മിനന്നാസ്, അതിൽ കുറച്ച് ആൾക്കാർ ബാക്കിയാകും. അപ്പോൾ അതിൽ പിന്നെ ഒരു വയസ്സായ പുരുഷനുണ്ടാവും, ഒരു വയസ്സായ പെണ്ണുണ്ടാവും. ഇവർ രണ്ടുപേരും പറയും, യഖൂലുൻ അദ്റക്ന ആബാഅന അഹ്ല ഹാദിൽ കലിമ, നമ്മളെ വാപ്പമാരൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അതെന്തേനു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ നിസ്കാരമെന്നോ അതുപോലെ തന്നെ എന്താണ് നോമ്പെന്നോ സദഖെന്നോ ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ശരിക്കും ഒരു ജഹാലത്തിലേക്ക് വഴിമാറിപ്പോകുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുന്ന കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയുൻസഅന്നൽ ഖുർആൻ മിൻ ബൈനി അദ്ഹുരിക്കും, നിങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടും. യസ്രി അലൈഹി ലൈലൻ ഫയദ്ഹബു മിൻ അജ്വാഫിർ റിജാൽ, ഒരു രാത്രി ആണ് സംഭവിക്കുക. ആ രാത്രി കഴിയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ പിന്നെ ഖുർആൻ ഉണ്ടാവില്ല. ആർക്കും ഹിഫ്ദ് ഓതാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ അവർക്ക് കഴിയില്ല. ഫലാ യബ്ഖാ മിനൽ അർദി മിൻഹു ശൈഉൻ, അങ്ങനെ ഭൂമിയിൽ നിന്ന്, അതൊക്കെ ഏറ്റവും അവസാന കാലത്ത് സംഭവിക്കുന്നതാണ്, പക്ഷെ അതൊക്കെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് ആളുകൾക്ക് ഖുർആൻ ഓതുന്നൊരവസ്ഥ ഉണ്ടാകില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് മുസ്ഹഫിൽ നിന്നും ഖുർആൻ ഉയർത്തപ്പെടുന്ന, നമ്മൾ ഖുർആൻ മുസ്ഹഫിൽ പിന്നെ തുറന്നു വെച്ചാൽ മുസ്ഹഫിൽ ഖുർആൻ കാണുന്നുണ്ടല്ലോ, ആ ഖുർആൻ്റെ റസ്ം പോലും ഉയർത്തപ്പെടും. ഫലാ യബ്ഖാ ഫി സുദൂരി മിൻ കലിമത്തുൻ വലാ ഫിൽ മുസ്ഹഫി മിൻഹു ഹർഫുൻ. ഇമാം പിന്നെ സ്വഹീഹ് ഹദീസാണ്. മുസ്ഹഫിൽ ഒരു ഹർഫും ബാക്കി ഉണ്ടാകില്ല. ഹൃദയങ്ങളിൽ പിന്നെ മനുഷ്യന്മാർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ വ്യഭിചാരങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ പലതോടും കേട്ടതായിരിക്കും, മിൻ അശ്റാത്തി സഅത്തി യദ്ഹറു സിന, അവിടെ നമ്മൾ ആ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. വ്യഭിചാരം വർദ്ധിക്കുമെന്നല്ല പ്രവാചകൻ പറഞ്ഞു, പണ്ടേ വ്യഭിചാരമുണ്ട്. പക്ഷേ ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞു യദ്ഹറു സിന, യക്തുറു സിന എന്നല്ല, യക്തുറുന്ന വർദ്ധിക്കാന്ന്. യദ്ഹറു സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പരസ്യമാകുന്ന വ്യഭിചാരം. സാധാരണ പണ്ടൊക്കെ ആളുകൾ വ്യഭിചരിച്ചിരുന്നത് എങ്ങനെയാണ്? രഹസ്യമായിട്ട്, ആരും കാണാതെ. ഇന്നിപ്പോൾ ചുംബന സമരം എവിടെ നടന്നത്? നമ്മുടെ കേരളത്തിലാണ്. പ്രൈഡ് മാർച്ചുകൾ എവിടെ നടക്കുന്നത്? നമ്മുടെ മലപ്പുറത്തൊക്കെയാണ്. നിറയെ തുണി കഴിച്ചിട്ട് പിന്നെ സ്ഥലവും പള്ളും ഒക്കെ പുറത്ത് കാണിച്ചിട്ട്, അമേരിക്കയിലൊക്കെ അതൊക്കെ എന്താ പറയുക പൂർണ്ണ നഗ്നന്മാരായിട്ടാണ് മാർച്ചെടുത്തത്, ആണും പെണ്ണും. അതാണ് നമ്മുടെ LGBTQ ഒക്കെ പിന്നെ എന്താ പറയുക സംസ്കാരം എന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മുടെ സ്കൂളുകളിലും ഇതൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയുക പാഠപുസ്തകങ്ങളിലൊക്കെ അതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ എങ്ങനെ നടന്നീനെ മലപ്പുറത്ത് കൂടെ ഒക്കെ, അത് മുസ്ലിം ഒരു ജാതി നോക്കട്ടെ, നമ്മൾ മുസ്ലിം പെണ്ണുങ്ങളും അമുസ്ലിം പെണ്ണുങ്ങളും കുട പിടിക്കൂലേ? അത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാണെങ്കിലും കുട ഉണ്ടാവും. ഇങ്ങോട്ട് കുട പിടിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുട കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിക്കും, ഇല്ലേ? വയസ്സങ്ങൾക്ക് പ്രായമൊക്കെ അറിയാം. ഇന്നിപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ നടക്കണേ വരവുണ്ടാൽ നമ്മളും ഇങ്ങോട്ട് മാറിക്കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ മഞ്ചേരി ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാരും ബൈക്കാരും മാറി കൊടുക്കണില്ലേ? അതുപോലെ ഇപ്പം ഇന്ന് നമ്മൾ പെണ്ണുങ്ങൾ വരുന്നുണ്ടാൽ മുട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിങ്ങോട്ട് വാങ്ങി. ഇപ്പം നമ്മളെ സ്കൂൾ കുട്ടികളൊക്കെ സംസ്കാരം നോക്കി. പണ്ടൊക്കെ ഞങ്ങളൊക്കെ, നമ്മൾ ചെറുപ്പക്കാരനാണല്ലോ, നമ്മളൊക്കെ സ്കൂൾ പഠിച്ച കാലത്ത് പിന്നെ സ്കൂൾ വിട്ടാൽ ആൺകുട്ടികളുടെ സൈഡിലും റൂട്ടിൽ പെൺകുട്ടി ഇറങ്ങുക ഓർമ്മല്ലേ? ആൺകുട്ടികൾ ഒരു റോഡിൻ്റെ ഒരു സൈഡിലും പെൺകുട്ടികൾ വേറെ സൈഡിൽ കൂടെ പോവുക. അത് കർശന നിയമമായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത്? അപ്പം ഇതൊക്കെ സിനയാണ്. വ്യഭിചാരത്തിലേക്കുള്ള വഴികളിൽ നിന്ന് വളരെ ഓപ്പണാണ്. ഇന്നിപ്പോൾ ആധുനിക പഠനം പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വ്യഭിചരിക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും എവിടെയാണെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കുടുംബം ആ കസിനാണ്, അവൻ്റെ ആങ്ങളെയാണ്. ആര് പറഞ്ഞ ആങ്ങളെയാണ്? അമ്മായിൻ്റെ കുട്ടിയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മിംഗ്ലിംഗ് ആണല്ലോ, ബന്ധങ്ങൾ. പക്ഷേ ഇസ്ലാം മെഹറമായി നിശ്ചയിച്ചതിന് അപ്പുറത്തേക്ക് പോയിട്ട് ചാടിപ്പോയിട്ട് നമ്മൾ മെഹറമുണ്ടാക്കി. കസിൻസൊക്കെ ഭയങ്കര മെഹറമാണ്. ആര് പറഞ്ഞു മെഹറമാണ്? കസിൻസ് മെഹറമല്ല ഇസ്ലാമിൽ.
അത് ഇസ്ലാമിൽ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ ആളുകൾ എന്താ വെച്ചാൽ പരസ്പരം കൈ കൊടുക്കുന്നു. ഒരു കല്യാണത്തിന് വന്നാൽ അമ്മാൻ്റെ കുട്ടിക്ക് കൈ കൊടുക്കാത്തതുകൊണ്ട് കൈ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ സ്ട്രോങ് ആണോന്ന് ചോദിക്കുക. ഇത് നമ്മൾ സ്ട്രോങ് ആക്കിയതിൽ അള്ളാൻ്റെ ദീന് വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ അടച്ചതാണ്. വലാ തഖറബുസ്സിന എന്നത് പറഞ്ഞ് അപ്പം എന്താ വെച്ചാൽ വ്യഭിചാരങ്ങൾ വർദ്ധിക്കുമെന്നല്ല, വ്യഭിചാരങ്ങൾ പരസ്യമാകും. അപ്പം അന്ന് നമ്മളെ സ്കൂൾ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. എങ്ങനെ ബാഗിൽ നമ്മളൊക്കെ പോണ കാലത്ത് ബാഗിൽ ചോറ്റും പാത്രം ഉണ്ടാവും, ബുക്കും ഉണ്ടാവും. പക്ഷെ ഇന്ന് വേറൊരു ബോക്സ് കൂടി ഉണ്ടാവും. അതിനുള്ള എന്താ പറയുക, മാസൊരു 5 മിനിറ്റ് ബില്ലടിച്ച് വരാൻ നേരം വയ്ക്കിയാൽ ബോക്സ് തുറക്കുക, ഇപ്പോൾ ഓളെ ചുണ്ടുമല് വരച്ചു കൊടുക്കുക, ഓള് പെണ്ടെ ചുണ്ട് വരച്ചു കൊടുക്കുക. സ്കൂളിൽ നടക്കണം. മാഷന്മാർ പറയണം. നമ്മളെ മലപ്പുറം ജില്ലയിലും വലിയ മുജാഹിദിൻ്റെ സ്കൂൾ വരെ നടക്കുന്ന സംഗതി. അത് വലിയ മുജാഹിദിൻ്റെ കുട്ടികൾ ഇപ്പോൾ തട്ടം ഇവിടെ എത്തിക്കണം, പൗതിക്കലാണ് തല, ഇനി കുറച്ചും കൂടെ എത്തും. ഇതൊക്കെ എന്താ വെച്ചാൽ വ്യഭിചാരത്തിലേക്ക് ഇങ്ങനെ തുറന്ന് പോവാണ്. അപ്പം നമ്മുടെ കുട്ടികളെ പാൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികൾ ധരിക്കുന്ന അതേ വസ്ത്രമാണ് ഇന്ന് എന്ത് ചെയ്യണത് പെൺകുട്ടികൾ ധരിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ജെൻഡർ ന്യൂട്രലാണ് ഡ്രസ്സ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മുടെ കൗമുക്ക് ഇതൊന്നും വരില്ല. ഇതൊക്കെ അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കില്ല. അത് മലപ്പുറം ജില്ല ഏതായാലും എന്നൊക്കെ നമ്മളെ നാടൊക്കെ ഇതൊക്കെ എവിടെ നമ്മൾക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ വില അറിയില്ല. മറ്റുള്ളവർക്ക് വേഗം തൊള്ളിയും കാട്ടി മാന്തി എടുക്കാൻ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉഷാറ്. നമ്മളെ മുസ്ലിം സമുദായമാണ് മറ്റുള്ളവരുടെ സംസ്കാരം ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത്, നമ്മളാണ് ഏറ്റവും മുമ്പിൽ. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരേക്കാളും നല്ല സംസ്കാരം ഉള്ളതാർക്കാ? നമുക്കാണ്. അത് നമുക്ക് ഓർമ്മയില്ല. നമ്മളെ സംസ്കാരം പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ വിഷയം അതല്ല. ഏതായാലും പിന്നെ സിനകൾ വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് പരസ്യമായി വരുന്ന പ്രവാചകൻ പറഞ്ഞ അവസാനം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ പിന്നെ ഫല്ലദി നഫ്സി ബിയദിഹി ലാ തഫ്നിഹാദിൽ ഉമ്മ, ഈ ഉമ്മത്ത് നശിക്കുകയില്ല ഹത്താ യഖുമു റജുലു ഇലാ ഇംറഅത്തിൻ ഫയഫ്തരിശുഹാ ഫി ത്വരീഖ്, വഴിയിൽ വിരിച്ചുകൊണ്ട് അവർ കിടക്കുന്ന. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, പൊതു പാർക്കിലൊക്കെ പോയി നോക്കി. നബി പറഞ്ഞ ഈ ഹദീസ് കാണാൻ വേണ്ടി പോകണ്ട കേട്ടോ. പ്രവാചകൻ പറയാണ് പൊതുവായ വഴിയിൽ ആണും പെണ്ണും വിരിച്ച് കിടക്കും, അവിടുന്ന് പരസ്യമായി വിഭജിക്കും. ഫയകൂനു ഖിയാറുഹും, അപ്പോൾ അതിലൂടെ നടന്നു പോകുന്ന ഏറ്റവും ഹൈറുള്ള മനുഷ്യൻ ആരായിരിക്കും എന്നറിയും? അയാൾ പറയും നിങ്ങൾ ഇത് ചെയ്യണ്ടെന്നല്ല, ഒന്ന് സൈഡുക്ക് മാറിന്നോട്ടെ എന്ന് പറയുന്നവനായിരിക്കുമല്ല ഹൈറുള്ളവനോ. ഓനതിന് സമ്മതം തന്നെയാണ്, പക്ഷെ ഓനെ എത്ര എതിർക്കണുള്ളൂ? ഇവിടുന്ന് ഇത് നടക്കണ വയ്യല്ലേ, ഇവിടുന്ന് ചെയ്യേണ്ട. നിങ്ങൾ ആലോചിക്കുക, ഇന്നിപ്പോൾ പരസ്യമായ ഈ പിന്നെ ബീച്ചുകളിലും അതുപോലെ തന്നെ ഈ എന്താ പറയുക പാർക്കുകളിലൊക്കെ നടക്കണം. എന്താ ഈ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ സംഭവം നടന്നുകൊണ്ടിരിക്കണം. പരസ്യമായിക്കൊണ്ട് ആണും പെണ്ണും. പിന്നെ ഇവനോട് ഡൽഹിയിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, അവിടെ പോയി നോക്കിയാൽ ഒരു ചാദർ കാണുള്ളതാ, പാർക്കിൻ്റെ ഉള്ളിൽ ഒരു ചാദർ എന്നാണ് മറ്റേ പുതപ്പുണ്ടല്ലോ, പുതപ്പിൻ്റെ ഉള്ളിൽ ആണും പെണ്ണും പരസ്യമായി പാർക്കിൽ. ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇനി എത്താൻ അധികം നേരമൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ എത്തിക്കണം. നഅൂദുബില്ലാ. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും എത്തനഫത്തെയും ഒന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതായത് നമ്മളൊന്നും പറഞ്ഞു കൊടുത്താലും ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെക്കാളും അവർക്ക് ഏറ്റവും സ്വാധീനം ആര്? ബെസ്റ്റിയാണ്. അവൻ്റെ അടുത്ത ഫ്രണ്ടും അവൻ്റെ അടുത്ത പിന്നെ കൂട്ടുകാരിയാണ്. ഉമ്മയും ബാപ്പയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്വാധീനം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രയോഗം നിങ്ങൾ നോക്കണം. പിന്നെ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിയുമ്പോൾ എന്ന് പറയും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. അവിടെ സ്വന്തം ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും അള്ളാഹ് മുന്തിച്ച് ആരെ അറിയോ? യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. സ്വന്തം ഉമ്മാനേക്കാളും അള്ളാഹുവോട് ആദ്യം പറഞ്ഞ ആരെയാണ്? അഹാണ്, ഫ്രണ്ട്സ്. അപ്പോൾ അവൻ്റെ ഉമ്മാനേക്കാളും വലിയ ഫ്രണ്ട്സുകളായിരിക്കും ഒന്നുണ്ടാകുക. അവിടേക്ക് നമ്മൾ പോണത്. അപ്പോൾ പിന്നെ ഇത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞ ഫിത്തനകൾ വർദ്ധിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കും, ലോകത്ത് ഒരു സമാധാനത്തോടുകൂടി ഒരു പേപ്പർ വയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും കഴിയുണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത ഒന്നുകിൽ മയക്കുമരുന്ന്, കഞ്ചാവ്, വ്യഭിചാരം, യുദ്ധം, കൊല, മരണം, തന്നെ ആ ഒരു ഇപ്പം ശരിക്കും പേപ്പർ വായിച്ചാൽ മനുഷ്യന് മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു പേപ്പർ, ഒരു മീഡിയ കണ്ടാൽ, ഒരു ചാനൽ അരമണിക്കൂർ വാർത്ത കേട്ടാൽ ഒരു മനസ്സമാധാനം കിട്ടുന്ന വാർത്ത ഉണ്ടോ?
അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അങ്ങോട്ടാക്കി അവിടെ കൊന്ന്, ആ മയക്കുമരുന്ന് അങ്ങോട്ട്, ആ രാജ്യം അങ്ങോട്ട് ബോംബിട്ട്, ഇവിടെ കുട്ടികൾ കൊല്ലപ്പെട്ട്, അവിടെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് പറഞ്ഞാൽ ഫിത്തനകളോട് ഫിത്തനയാണ്. വിശ്വാസം പറഞ്ഞ ഇന്ന ബനിയത് സാഖിതഅൻ ഫിത്തന ഖഖതഅല്ലൈൽ മുദ, ഇരുട്ടിൻ്റെ രാവിൻ്റെ ഇരുട്ട് പോലത്തെ ഫിത്തനകൾ ഉണ്ടാവുന്നു. യസ്ബിഹു റജുലു മുഅ്മിൻ, ആ ഫിത്തന ദീനിലുണ്ടാവും. രാവിലെ മുഅ്മിനായിട്ടുണ്ടാവും, അവസാനവൻ വൈകുന്നേരം കാഫറായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. നഊദു ബില്ലാഹ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചു എത്ര മുസ്ലിം പെൺകുട്ടികളാണ് ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് കൊണ്ട് പോകണമെന്നറിയാം. കുറേ ആൾക്കാർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ എമ്പാടും വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മുടെ മുസ്ലിം തറവാട്ടിൽ പിറന്ന എത്ര പെൺകുട്ടികളും ആൺകുട്ടികളേക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. നിങ്ങൾ ആലോചിക്കണം, അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി പോകുക. അപ്പം എനിക്ക് തന്നെ അറിയാം എത്ര കേസുകളുണ്ട്. നമ്മുടെ പള്ളിയിൽ ജുമുഅക്ക് വരുന്ന കുട്ടികൾ, നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, സിയാറി എടുക്കുന്ന കുട്ടികൾ, അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ RSSകാരൻ്റെ കൂടെ ഓടിച്ചോടിപ്പോകും. നിങ്ങൾ ആലോചിക്കും, എന്തിനു വേണ്ടിയാണ്? പരലോകമാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദുനിയാവിന് വേണ്ടി പരലോകം വിൽക്കുന്നവനേക്കാൾ വലിയ നഷ്ടമാർക്കാണ്. ഇതൊന്നും ആളുകൾ ചിന്തിക്കണില്ലല്ലോ. ഒരു നൈമിഷികമായ സുഖജീവിതത്തിന് വേണ്ടി എപ്പോഴാണ് അവരുടെ ജീവിതം അവസാനിക്കുക? ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുക? ഏതെങ്കിലും ട്രെയിനിൻ്റെ ചുവട്ടിൽ കിടക്കും, അതിലേക്ക് ഏതെങ്കിലും പാലത്തിൻ്റെ ചുവട്ടിൽ മയ്യത്തുണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുക.